നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളം കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്ക് അല്ലെ, കേരളം കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്ക്, കേരളം കാത്തിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമസ്കാരം ശ്രീലപ്പന. നമസ്തേ. തിരുവനന്തപുരം നഗരസഭ വിഷയം പഴയത് തന്നെ. കുറച്ചു കാലം നമ്മളെല്ലാം ചർച്ച ചെയ്യാതെ മാറ്റിവെച്ച സുഗതൻ, വാഴത്തോട്ടത്തെ കൗൺസിലർ സുഗതന്റെ ഒരു വിഷയത്തിൽ നിർണായകമായ സുഗതന്റെ അവധി അപേക്ഷ ഇന്ന് നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഉച്ചതിരിഞ്ഞ് വയ്ക്കാൻ പോവുകയാണ്. എന്താകും തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ ആ കൗൺസിൽ ഹാളിൽ സംഭവിക്കുക? എന്തൊക്കെ തീരുമാനങ്ങളാകും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും? ശ്രീലപ്പോൾ എന്താണ് വിശദീകരിക്കാൻ പോകുന്നത്? അതായത് തിരുവനന്തപുരം നഗരസഭ ഇന്ന് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന CPF-ഉം കോൺഗ്രസും സുഗതനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സുഗതന്റെ ആബ്സെൻസ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുഗതനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ 3 കൗൺസിലിൽ വന്നില്ലെങ്കിൽ അയോഗ്യനാക്കാം എന്ന നിലപാടൊക്കെ എടുത്തുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഇടത് വലത് മുന്നണിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് BJP-യെ തറപറ്റിക്കാനുള്ള നീക്കവുമായി വരുന്നതെന്ന് വ്യക്തമാവുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി അതിനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരാൾക്കെതിരെ കാപ്പ ചുമത്തുമ്പോൾ ആ കാപ്പ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് കാപ്പ ബോർഡിലേക്ക് പോയി, കാപ്പ ബോർഡും അത് തള്ളി. കാപ്പ ബോർഡ് തള്ളാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. ഇടതുപക്ഷ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാപ്പ ബോർഡാണ്. അത് മാറ്റാൻ UDF സർക്കാരും ശ്രമിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, UDF സർക്കാരിനും ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ ഈ ഇടതുപക്ഷത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈ കാപ്പ ചുമത്താനിടയായ സംഭവം പോലും ഉണ്ടാകുന്നത് വലതുപക്ഷത്തിന്റെ സമയത്താണെങ്കിൽ പോലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇടതുപക്ഷം നടത്തി പൂർത്തിയാക്കി വെച്ചത് അവസാന സമയം അറസ്റ്റ് ചെയ്യലുമൊക്കെയായി വീണ്ടും 2 കേസുകളും ഒക്കെ ചുമത്തിയത് UDF സർക്കാർ അത് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതും ആഭ്യന്തര സെക്രട്ടറിയെ കണ്ടതിന്റെ സത്യാവസ്ഥ പറഞ്ഞപ്പോൾ പോലും ആ വിഷയത്തിൽ പോലും ഒരു നിലപാടെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് മാത്രം കഴിഞ്ഞില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. വീണ്ടും കാപ്പ ബോർഡുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ചിലേക്കാണ് കാപ്പ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ സിംഗിൾ ബെഞ്ചിലല്ല പരിഹരിക്കേണ്ടത്, ഡിവിഷൻ ബെഞ്ചിലാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, കാപ്പ ഒരാൾ ചുമത്തിക്കഴിഞ്ഞാൽ കാപ്പ ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാപ്പ ബോർഡ് അത് നിരസിച്ചാൽ പിന്നെ പോകേണ്ടത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലാണ്. ഇവിടെ BJP സിംഗിൾ ബെഞ്ചിലാണ് പോയത്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ സിംഗിൾ ബെഞ്ച് തന്നെയാണ് ഉത്തരവിട്ടത്, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഉത്തരവിട്ടത് സിംഗിൾ ബെഞ്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഉത്തരവിട്ട ജഡ്ജി തന്നെ ആയതുകൊണ്ട് അവിടെ അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു BJP-യുടെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വീണ്ടും ഇവർ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, 20 പേർ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, അത് ജനപ്രതിനിധിയല്ലേ എന്ന രീതിയിൽ ഒരു നിലപാടെടുത്തിട്ടുള്ള ആളാണ് ആ ജഡ്ജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് തന്നെ അത് പോയപ്പോ തീർച്ചയായും അദ്ദേഹം പറഞ്ഞ വിധി, ആ വിധി വീണ്ടും നടപ്പാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അപ്പൊ ജനപ്രതിനിധി എന്ന രീതിയിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ജനാധിപത്യമുള്ള രാജ്യത്ത് എന്ന് അദ്ദേഹം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് സുഗതനെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തത്. ഇവിടെ നോക്കൂ, മുനിസിപ്പൽ ആക്ടിൽ നിയമമുണ്ട്. മുനിസിപ്പൽ ആക്ടിൽ 3 പ്രാവശ്യം വരാതെ വന്നാൽ 3 പ്രാവശ്യം കൗൺസിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കാം. പക്ഷേ അത് സുഗതന്റെ പ്രശ്നം കൊണ്ടായിരിക്കണം. സുഗതൻ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് 3 പ്രാവശ്യം വരാതിരുന്നാൽ അത് തീർച്ചയായിട്ടും സുഗതനെ അയോഗ്യനാക്കാം. ഇത് സുഗതന്, ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, അതായത് വ്യക്തിയുടെ പരിധിയിലുള്ള കാര്യമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സുഗതൻ ജയിലിലായതുകൊണ്ട് തന്നെ കാപ്പ ബോർഡുമായി ബന്ധപ്പെട്ട് കാപ്പ തടവുകാരനായതുകൊണ്ട് തന്നെ സുഗതന് ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് കോടതി കൂടി കനിയണം. അതുകൊണ്ട് തന്നെ ആ അയോഗ്യത എന്ന് പറയുന്ന കാര്യം നിലനിൽക്കില്ല. ഇവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ഒരു കൗൺസിലറെ ഇതേപോലെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അത് SC/ST അട്രോസിറ്റി നിയമപ്രകാരം ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള UDF-ന്റെ ഒരു കൗൺസിലർ, ആ UDF-ന്റെ കൗൺസിലർ ഒളിവിൽ പോവുകയും, അത് അയാളുടെ കുഴപ്പമാണ്. അയാളെ പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിലായിരുന്നില്ല, അയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒളിവിൽ പോവുകയും ഒളിവിലിരുന്നു കൊണ്ട് ഹൈക്കോടതി വരെ ജാമ്യത്തിന് ശ്രമിച്ചിട്ടും ജാമ്യം ലഭ്യമാവുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ആ അയോഗ്യത നിലനിൽക്കുന്നത്. ഇവിടെ ആ അയോഗ്യത നിലനിൽക്കില്ല. അത് മാത്രമല്ല, ഇനി അഥവാ ഈ അവധിക്ക് അപേക്ഷ വെക്കുമ്പോൾ ഒരുപക്ഷെ ഓൺലൈനിൽ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നും തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിന്റെ നിജസ്ഥിതി എനിക്ക് അറിയില്ല.
അതിനും കോടതിയിൽ പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ വഴി പങ്കെടുക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ സാധിക്കും എന്ന് തോന്നുന്നുണ്ട്. അതും എന്താ ചെയ്തിട്ടുള്ളതെന്ന് BJP ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 50-50 എന്ന നിലയിലാണല്ലോ ഇപ്പൊ നിലവിലുള്ളത്. 50-50 എന്ന് പറയാൻ കഴിയില്ല. 51-49 എന്നാണെങ്കിൽ പോലും ഈ ഒരാൾ സ്വതന്ത്രനായി നിൽക്കുന്ന ആൾക്കാർ ഈ UDF-നും LDF-നും ഇപ്പൊ നിൽക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോ വോട്ടിനിട്ടാലും ഇനി അഥവാ ആ സ്വതന്ത്ര അംഗത്തിന്റെ നിലപാട് നിർണായകമാകും. ഇനി വോട്ടിനിട്ട് ആ ആൾ കൂടി ചേർന്നാലും 50-50 ആയാൽ പോലും ഇത് പ്രിസൈഡ് ചെയ്യുന്ന ആൾക്ക് ആരാണോ ഇത് പ്രിസൈഡ് ചെയ്യുന്നത് ആ ആൾക്ക് 90%, 100% മേയർ ആകാനുള്ള സാധ്യതയാണ്. മേയർക്ക് ഒരു കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ കഴിയും. അത് ഇങ്ങനെ ടൈ വരുന്ന സമയത്ത് മേയർക്ക് ആ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ മേയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആരാണോ അത് പ്രിസൈഡ് ചെയ്യുന്ന ആ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കാസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ കാസ്റ്റിംഗ് വോട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഒരു കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം അറിയുന്ന കൊണ്ട് തന്നെയാണ് VV രാജേഷ് ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഈ നിയമത്തെ കുറിച്ച് വ്യക്തമായി ധാരണ ഉള്ളത് കൊണ്ടായിരിക്കാം VV രാജേഷ് പറയുന്ന ഒരു കാരണവശാലും ഇത് നമുക്കറിയാം. ഈ പാർലമെന്റിലും അതുപോലെ തന്നെ നിയമസഭയിൽ പാർലമെന്റിൽ അങ്ങനെ ജയിലിലൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പല നിയമസഭകളിലും പാർലമെന്റിലും ഒക്കെ കേരളത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർക്കൊന്നും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും അയോഗ്യതയില്ല. കേരളത്തിൽ വിഷയങ്ങൾ വരാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലും നമ്മൾ PV അൻവർ എത്ര പ്രാവശ്യമാണ് അവധിക്ക് അപേക്ഷ നൽകിക്കൊണ്ട് പോയത്? ഇവിടെ തീർച്ചയായിട്ടും അഭിഭാഷകൻ വഴി അവധിക്ക് അപേക്ഷ കൊടുക്കാനുള്ള എല്ലാ അവകാശവും തീർച്ചയായിട്ടും സുഗതനുണ്ട്. അത് സുഗതൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സുഗതനെ അയോഗ്യനാക്കി ഈ കൗൺസിൽ അട്ടിമറിച്ചുകൊണ്ട് പോകാം എന്ന ഒരു ധാരണ CPM-നും അതുപോലെ തന്നെ UDF-നും ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അഥവാ ഇതൊന്നും ഇവർ അംഗീകരിച്ചില്ല എന്നിരിക്കട്ടെ, ഇത് തീർച്ചയായിട്ടും ഈ തരത്തിൽ ഇത് ചെയ്ത ശേഷം കോടതിയിലേക്ക് അവർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ. കോടതി ഒരു കാരണവശാലും സുഗതനെ അയോഗ്യനാക്കില്ല. കാരണം ഇത് നിയമപരമായ പരിരക്ഷയുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗതനെ അയോഗ്യനാക്കാനുള്ള ഇവരുടെ നീക്കം നടക്കില്ല. കഴിഞ്ഞ കുറെ നാളുകളായി സുഗതനെ അയോഗ്യനാക്കി കൗൺസിൽ ഭരണം അട്ടിമറിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഇനി സുഗതന്റെ കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇത് കാപ്പ ബോർഡിലേക്ക് പോയാൽ തന്നെ അത് തീർച്ചയായിട്ടും കാപ്പ ബോർഡിൽ നിന്ന് അനുമതി കിട്ടിയില്ലെങ്കിൽ പോലും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഈ കാപ്പയിൽ ഇളവ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കാപ്പ ചുമത്താൻ ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ സുഗതൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സുഗതൻ ഒരു സ്ഥലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആളും ആ സ്ഥലത്ത് ക്രമസമാധാന പാലനത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളുമാണെങ്കിലാണ് കാപ്പ ചുമത്തപ്പെടേണ്ടത്. ഇവിടെ സുഗതൻ അവിടുത്തെ കൗൺസിലറാണ്, ജയിച്ചു പോയൊരു കൗൺസിലർ. അവിടുത്തെ ജനങ്ങളുടെ ജനവിധി അയാളെ കൊണ്ട് ശല്യമില്ല എന്ന് അതിൽ നിന്ന് തന്നെ തെളിയുകയാണ്. അയാളെ കൊണ്ടൊരു ഉപദ്രവമില്ല എന്ന്. നമ്മൾ ഇന്ന് വരെ സുഗതനെതിരെ പറയുന്ന ആൾക്കാരെ വളരെ കുറവ് മാത്രമേ ആ വാഴോട്ടുകോണം വാർഡിൽ ചെന്നാൽ കാണാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സുഗതന്റെ പക്ഷത്താണ്. അത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ കേസുകളിൽ പലപ്പോഴും ചെയ്തിട്ടുള്ളതെല്ലാം പലതരത്തിലുള്ള ഉഡായിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കേസുകളെല്ലാം എടുത്തിട്ടുള്ളത്. അതായത് തീർന്നുപോയ പല കേസുകളും കൊണ്ടുവന്ന് ആ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാക്കി ആ കേസുകളെല്ലാം സുഗതൻ ഭീഷണിപ്പെടുത്തി തീർത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വീണ്ടും ആ കേസുകൾ റീഓപ്പൺ ചെയ്തുകൊണ്ടാണ് സുഗതനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോ TG മോഹൻദാസിനെതിരെ ഒരു വെടിവെപ്പിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലമാണ് ഉണ്ടാക്കുന്നത്. ആ TG മോഹൻദാസിന്റെ വീഡിയോ മുഴുവൻ കണ്ടാൽ അതിൽ TG മോഹൻദാസ് പറഞ്ഞിട്ടുള്ളതിൽ ഇത്ര ഗുരുതരമായ ഒരു കാര്യങ്ങളുമില്ല എന്ന് നമുക്ക് ബോധ്യമാകും. TG മോഹൻദാസ് ഈ പറയുന്നതിന് മുമ്പുള്ള സെന്റൻസും പിന്നെയുള്ള സെന്റൻസും ശ്രദ്ധിച്ചാൽ അത് എന്താണ് TG മോഹൻദാസ് പറഞ്ഞതെന്ന് മനസ്സിലാവും. എന്നാൽ അങ്ങനെയല്ലാതെ കുറച്ചു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് കേരളത്തിലെ ഈ ഇടത് വലതുപക്ഷങ്ങൾ ഒരു പണിയുമില്ലാതെ ഇപ്പൊ ഇരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു ജനപ്രതിനിധിയായ സുഗതന്റെ വീട്ടിൽ പോയി അവിടെ പോലീസുകാർ വെടിയുതിർത്ത സാഹചര്യം നമുക്കറിയാം. ആരെങ്കിലും അതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സുഗതനെ വെടിവെച്ചാൽ കുഴപ്പമില്ല. സുഗതന്റെ വീട്ടിൽ പോയി കുട്ടികളെ ഭീഷണിപ്പെടുത്തി ആകാശത്തേക്ക് വെടിവെച്ച് ഒരു കാരണവുമില്ലാതെ സുഗതനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആകാശത്തേക്ക് വെടിവെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വേറെന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാണെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സുഗതനെ ഒരു കേരളം മൊത്തം അറിയുന്ന സുഗതനാക്കി മാറ്റിയത് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നാണ്. സത്യത്തിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു BJPയുടെ സംസ്ഥാന ലീഡേഴ്സിൽ പലർക്കും ഇല്ലാത്ത ജനപ്രീതി സുഗതന് കൈവന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഒരു സംസ്ഥാന നേതാവിനെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഗതൻ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതെ സ്വസ്ഥവും സമാധാനപരമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ ഒരു സംസ്ഥാന നേതാവിന്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കേസുകളൊക്കെ സുഗതനും സുഗതന്റെ ബിസിനസ് പാർട്ണർ ആയിരുന്ന ഒരാളും തമ്മിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. അയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അയാളുടെ പരാതിയിലാണ് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഗതനെ തീർച്ചയായിട്ടും കുടുക്കിയതാണ് എന്നാണ്. ഏതായാലും ഇന്നത്തെ കൗൺസിൽ വളരെ നിർണായകമാണ്. ഈ കൗൺസിലിൽ തീർച്ചയായിട്ടും നിർണായകമാവുക എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിൽ ഒരു കാരണവശാലും BJPക്ക് നിർണായകമാണെന്നല്ല കേട്ടോ, BJPക്ക് ഒരു പ്രതിസന്ധിയുമില്ല ഈ കൗൺസിൽ ചേരുമ്പോൾ. തീർച്ചയായിട്ടും ഇത് നിയമപ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കാരണം ഈ കാണിച്ച കോപ്രായങ്ങളൊക്കെ എങ്ങനെങ്കിലും ഒന്ന് സാധൂകരിക്കാൻ വേണ്ടി നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കും. പിന്നെ കോടതി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അവസാന നിമിഷം വരെ നോക്കി എന്നൊക്കെ പറയാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ശ്രമിക്കും. ഇന്ന് ശബരി ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെയും കൊണ്ടാ വരുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ശബരി നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ എല്ലാം ഇടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മൾ കണ്ടതാണ്. കവചം, സ്ത്രീകളുടെ കവചം തീർത്ത് അതിനെ നടുക്ക് നിന്ന് മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന ശബരിയെ നമ്മൾ കണ്ടതാണ്. കാരണം സ്ത്രീകളാകുമ്പോൾ ആർക്കും അടുത്തു പോകാൻ പറ്റില്ല. എന്നിട്ട് കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ വെള്ളം എടുത്തൊഴിച്ച് സ്വയം വെള്ളം ഒഴിച്ചെന്നും വൈഷ്ണയൊക്കെ പറഞ്ഞ കള്ളത്തരങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ മാധ്യമങ്ങൾ അവിടെ ഉണ്ടാകണം. മാധ്യമങ്ങൾ ഈ അവിടെ നടക്കുന്നതെല്ലാം ഒപ്പിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇവർ പിന്നീട് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. ഏതായാലും സുഗതന് അയോഗ്യത ഭീഷണി ഉണ്ടാവില്ല. സുഗതൻ വീണ്ടും തിരിച്ചു വരും. സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലറായി തന്നെ തിരിച്ചു വരും. യാതൊരു സംശയവും വേണ്ട. 100% സുഗതന് അയോഗ്യത ഭീഷണി നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF LDFനെ പിന്താങ്ങാനോ അല്ലെങ്കിൽ LDF UDFനെ പിന്താങ്ങാനോ പോകുമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ VD സതീശൻ ഭരണം ഒരു 2 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് LDF CPMനെ UDFനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പുനർജനി കേസായാലും പല കേസായാലും. അങ്ങനെ വരുമ്പോൾ ഇനിയും അവർ തമ്മിലൊരു ഇന്ത്യ സഖ്യം വീണ്ടും കേരളത്തിൽ രൂപപ്പെടാൻ ഈ ഒരു നഗരസഭാ ഭരണത്തിന്റെ ആ വിഷയത്തിൽ അങ്ങനെ ഒരു ഇന്ത്യ സഖ്യം ആയി രംഗത്തെത്താൻ ഇനിയെങ്കിലും ധൈര്യപ്പെടുമോ? ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല രാജേഷ്. ഇടതിനും വലതിനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാണിച്ച കണ്ടില്ലേ, മൈക്ക് ഓഫ് ചെയ്തിട്ട് സ്വന്തം മൈക്ക് ആദ്യം കറഞ്ഞ് ബഹളം വെക്കുകയാണ്, എന്റെ മൈക്കില്ല എന്ന്. നിങ്ങൾ മൈക്കിൽ കൂടെ അല്ലേ സംസാരിക്കുന്നത് ചോദിച്ചപ്പോ സ്വയം ഒരു കൂസലുമില്ലാതെ അവിടെ എല്ലാ ക്യാമറ ഉണ്ടെന്ന് അറിയാം. ആ മൈക്ക് ഓഫ് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു എന്റെ മൈക്കില്ലെന്ന് പറയുന്നു, പിന്നെ മൈക്ക് ഓൺ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കളികളൊക്കെ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ അജണ്ടകളൊന്നും. ഇവരുടെ ആകെയുള്ള അജണ്ട കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഇപ്പോൾ ഉള്ള ദേശീയ തലത്തിലാണെങ്കിലും ഇപ്പൊ ഇവർക്കുള്ള ഏക അജണ്ട എന്ന് പറയുന്ന BJPയെ തറപറ്റിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ആരുമായും കൂട്ടുകൂടാൻ, അത് തീവ്രവാദിയാണെങ്കിലും ഏതു തരത്തിലുള്ള ആൾക്കാരുമായി കൂട്ടുകൂടാൻ ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഇവർ പലവട്ടം തെളിയിച്ചതല്ലേ. ഇപ്പൊ തന്നെ ജന്തർ മന്ദറിലെ സമരത്തിൽ നമ്മൾ കണ്ടതല്ലേ, ഇവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നില്ലേ ആ സമരത്തിൽ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയൊന്നുമില്ല. തരത്തിനനുസരിച്ച് നിറം മാറാൻ കഴിയുന്ന കുറച്ച് രാഷ്ട്രീയക്കാരാണ് കേരളത്തിലുള്ളത്. അവരോടൊപ്പം നിൽക്കുന്ന ചില അണികളുമുണ്ട്. സത്യത്തിൽ ജനങ്ങളാണ് ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കണ്ട് മടുത്ത ജനങ്ങൾ ഒരു റൈറ്റ് ചോയ്സിലേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇവർ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോ പ്രീണന നയത്തിൽ ഇവർക്ക് വ്യത്യാസമൊന്നുമില്ല. അടിസ്ഥാനപരമായി അഴിമതി അത്തരം വിഷയങ്ങളിലില്ല. BJPക്കെതിരെയുള്ള ഫൈറ്റിലില്ല. ഇവർ തമ്മിൽ അടിസ്ഥാനപരമായ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായും ഇവർക്ക് ഒരുമിച്ച് പോകാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ആകെയുള്ളത് നേതാക്കന്മാർ തമ്മിലുള്ള, ഇപ്പോ രാഹുൽ ഗാന്ധി വേണോ പിണറായി വിജയൻ വേണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ, അതായത് ഭാവി പ്രധാനമന്ത്രിയാകേണ്ടെന്ന ഒരു സഖ്യം വരുമ്പോൾ ഇനി സ്റ്റാലിൻ വേണോ, അങ്ങനെയൊക്കെയുള്ള ചെറിയ തർക്കങ്ങൾ മാത്രമേ ഇവരുടെ ഇടയിലുള്ളൂ. അല്ലാതെ മറ്റു തർക്കങ്ങളൊന്നുമില്ല. പ്രകാശ് രാജ് വേണോ, അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളേ ഉള്ളൂ. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ വലിയ നാണക്കേടൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഏതായാലും അത്തരത്തിലുള്ള നീക്കം നടത്തും, ഒരു സംശയം വേണ്ട. അത്തരത്തിലുള്ള നീക്കം നടത്താതിരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിനിടണമെന്നായിരിക്കും അവർ ചിലപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഒരുമിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. വോട്ടിനിടുമ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായം പറയുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ വോട്ടിനിടാം. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. വോട്ടിനിടുമ്പോൾ കാസ്റ്റിംഗ് വോട്ട് നിർണായകമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സുഗതന് ഒരു അയോഗ്യതയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതാണ് നിയമത്തിന്റെ പഴുതനുസരിച്ച് ആ രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യും. നിയമമുണ്ടല്ലോ എന്ന് രാജേഷ് പറഞ്ഞതും അത് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഉച്ചതിരിഞ്ഞ് കാര്യങ്ങൾ എന്തൊക്കെയാകും എന്ന് വരെ നമുക്ക് കാത്തിരിക്കാം അല്ലേ? തീർച്ചയായും. നന്ദി.